ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുന്നതിനിടെ ഹമാസിൻ്റെ തടവിൽ കഴിയുന്ന ബന്ദികളുടെ മോചനം അനിശ്ചിതത്വത്തിലാകുന്നു. ഇതിനെതിരെ കനത്ത പ്രതിഷേധമാണ് ഇസ്രായേൽ ഉയരുന്നത്. യുദ്ധം അവസാനിപ്പിച്ചും ബന്ദികളെ മോചിപ്പിക്കണമെന്ന ആവശ്യമാണ് ബന്ദികൾ ഉയർത്തുന്നത്. എന്നാൽ ആക്രമണവുമായി നെതന്യാഹു മുന്നോട്ടു പോകുന്നു. ദിനംപ്രതി കൂട്ടക്കുരുതിയുടെ വാർത്തകളാണ് ഇസ്രായേലിൽ നിന്ന് കേൾക്കുന്നത്. അതിനിടെ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഹമാസ് നടത്തിയിരിക്കുന്നു. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചാൽ ഗസയിൽ നിന്ന് ശേഷിക്കുന്ന എല്ലാ തടവുകാരെയും കൈമാറുമെന്നാണ് ഹമാസിൻ്റെ പ്രഖ്യാപനം. ഹമാസ് രാഷ്ട്രീയ ബ്യൂറോ മേധാവി ഖലീൽ അൽ ഹയ്യയാണ് ഇക്കാര്യം അറിയിച്ചത്. പലസ്തീൻ തടവുകാരെ ലഭിക്കുന്നതിന് പകരമായി എല്ലാ ഇസ്രായേലി തടവുകാരെയും മോചിപ്പിക്കുക, ഗസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുക, പുനർനിർമ്മാണം തുടങ്ങുക, ഉപരോധം പിൻവലിക്കുക എന്നിവയുൾപ്പെടെയുള്ള സമഗ്ര ചർച്ചകൾക്ക് ഹമാസ് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹമാസിൻ്റെയും മറ്റ് പ്രതിരോധ ഗ്രൂപ്പുകളുടെയും നേതൃത്വം ക്രൂരമായ ആക്രമണവും വംശഹത്യയും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജനുവരി 19 ആരംഭിച്ച് 6 ആഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ കരാർ ഉപേക്ഷിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 3 ഘട്ടങ്ങളായിരുന്നു കരാറിൽ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ 2ാം ഘട്ടത്തിൽ ഇസ്രായേൽ ഗസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങേണ്ട സമയമായപ്പോൾ ഇസ്രായേൽ ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറി. ഗസയിലേക്ക് വരുന്ന സാധനങ്ങൾക്കും ഭക്ഷണത്തിനും മറ്റ് സഹായങ്ങൾക്കും ഇസ്രായേൽ വീണ്ടും സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തി. മാർച്ച് 15 ആയപ്പോഴേക്കും നെതന്യാഹു ഗസയ്ക്കെതിരെ പൂർണ്ണതോതിലുള്ള ആക്രമണം പുനരാരംഭിച്ചിരുന്നു. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ഇതുവരെ 51,000-ത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ സർക്കാരുമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. അതോടെ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഞങ്ങളുമായി വീണ്ടും ആശയവിനിമയം നടത്തി. റമദാൻ അവസാനത്തോടെ അവരുടെ നിർദ്ദേശം ഞങ്ങൾ സമ്മതിച്ചു. എന്നാൽ നെതന്യാഹു തൻ്റെ രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കാൻ യുദ്ധവും ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു, ഖയ പറഞ്ഞു. മാർച്ച് 30 വിശുദ്ധ മാസം അവസാനിച്ചു. അതിനുശേഷം ഇസ്രായേൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത വ്യവസ്ഥകളാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. ഹമാസ് നിരായുധരാകണമെന്നും അവർ അവകാശപ്പെട്ടു. അധിനിവേശത്തെ ചെറുക്കുക ജനങ്ങളുടെ സ്വാഭാവിക അവകാശമാണെന്നും ഖയ പറഞ്ഞു. ഹമാസ് നെതന്യാഹുവിൻ്റെ ഭാഗിക കരാറുകളുടെ ഭാഗമാകില്ല. കാരണം ഹമാസ് താൽക്കാലിക വെടിനിർത്തലല്ല, യുദ്ധത്തിന് സ്ഥിരമായൊരു അന്ത്യമാണ് തേടുന്നത്, ഖയ വ്യക്തമാക്കി. 2ാം ഘട്ട വെടിനിർത്തൽ ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഉപാധി ഏറെ വിവാദമാകുന്നു. ഗസയിലെ എല്ലാ സായുധ ഗ്രൂപ്പുകളും ഇസ്രായേലിന് കീഴടങ്ങണമെന്ന ആവശ്യമാണ് ഇസ്രായേൽ ഉയർത്തിയത്. എന്നാൽ ഈ ഉപാധി ഹമാസ് തള്ളി. വെടിനിർത്താനുള്ള ശ്രമങ്ങൾ തകിടം മറിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നതായും ഹമാസ് ആരോപിക്കുന്നു. ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളോടും തുറന്ന സമീപനമാണ് ഹമാസിനുള്ളതെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ സമി അബു സുഖ്രി അൽ ജസീറയോട് പറഞ്ഞത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം പലസ്തീൻ ജനത കീഴടങ്ങണമെന്ന് ആവശ്യപ്പെടുന്നതാണെന്നും ഹമാസ് ഉദ്യോഗസ്ഥൻ ആരോപിച്ചു. വെടിനിർത്തൽ കരാർ അട്ടിമറിക്കാൻ അസാധ്യമായ വ്യവസ്ഥകൾ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയാണെന്നും അബു സഹ്രി വിമർശിച്ചു. ഏറ്റവും പുതിയ നിർദ്ദേശത്തിൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയല്ല ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് വ്യക്തമാണ്. പകരം ഹമാസിൻ്റെ തടവറയിലുള്ള ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുക മാത്രമാണ് ഇസ്രായേലിൻ്റെ ഉദ്ദേശമെന്നും ഹമാസ് ഉദ്യോഗസ്ഥൻ ആരോപിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗസ മുനമ്പിൽ നിന്ന് പിന്മാറുന്നതിനും പകരമായി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഒരേ സമയം മോചിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കീഴടങ്ങൽ ഹമാസിൻ്റെ ഓപ്ഷനല്ല. ഞങ്ങളുടെ ജനതയുടെ ഹിതം ലംഘിക്കുന്നതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. ഹമാസ് കീഴടങ്ങില്ല. പകരം അധിനിവേശത്തെ സർവ്വകരുത്തും ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ നിർദ്ദേശത്തിൻ്റെ കരട് പ്രകാരം 45 ദിവസത്തെ വെടിനിർത്തലാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ എല്ലാ ഇസ്രായേൽ തടവുകാരെയും ഘട്ടം ഘട്ടമായുള്ള കരാറിൻ്റെ ഭാഗമായി മോചിപ്പിക്കും. ഇതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്നും മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു.